സിനിമയെ വെല്ലുന്ന കഥകളും ക്ലൈമാക്സ് എന്താകുമെന്നുള്ള ആകാംക്ഷയുമാണ് ഇപ്പോൾ സെയ്ഫ് അലി ഖാന്റെ കേസിൽ നിലനിൽക്കുന്നത്. മോഷ്ടാവിന്റെ കുത്തേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ ചികിത്സാ വിവാദത്തിനിടെ അതിവേഗം ഇപ്പോൾ ഇൻഷുറൻസ് തുക അനുവദിച്ചതും ചർച്ചയാവുകയാണ്. കത്തിക്കുത്തേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് അതിവേഗത്തിൽ ഇൻഷുറൻസ് തുക അനുവദിച്ചിൽ ആശങ്കയറിയിച്ച ഡോക്ടർമാരുടെ സംഘടനയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സെയ്ഫിന് എങ്ങനെയാണ് അതിവേഗം 25 ലക്ഷം രൂപ അനുവദിച്ചതെന്നാണ് സംഘടനയുടെ ചോദ്യം. ബാന്ദ്രയിലെ ലീലാവതി ആശുപത്രിയിലാണ് സെയ്ഫ് ചികിത്സ തേടിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ക്യാഷ്ലെസ്സായി 25 ലക്ഷം രൂപ അനുവദിച്ചത്. സാധാരണയേക്കാൾ സെലിബ്രിറ്റികൾക്ക് മുൻഗണനയുണ്ടെന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആശുപത്രിയുടെ നടപടിയെന്ന് AMC ആരോപിച്ചു. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം അന്വേഷിക്കണമെന്നും AMC ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ ആശങ്കയുന്നയിച്ച് ആരോഗ്യ ഇൻഷുറൻസ് വിദഗ്ധരും രംഗത്തെത്തി. സാധാരണയായി ക്ലെയിം ലഭിക്കുന്നതിന് മുമ്പ് FIR ഉൾപ്പെടെയുള്ള രേഖകൾ വേണ്ടിവരാറുണ്ട്. എന്നാൽ ഇവിടെ അതിവേഗം തുക അനുവദിച്ചുവെന്ന് ആരോഗ്യ ഇൻഷുറൻസ് വിദഗ്ധനും പറയുന്നു. ജനുവരി 16-നായിരുന്നു മുംബൈ ബാന്ദ്രയിലെ വസതിയിൽ വെച്ച് സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെടുന്നത്. നടന്റെ കൈക്കും കഴുത്തിനുമടക്കം 6 ഇടങ്ങളിൽ കുത്തേറ്റിരുന്നു. മുംബൈ ലീലാവതി ആശുപത്രിയിൽ 5 ദിവസമായിരുന്നു സെയ്ഫ് അലി ഖാൻ ചികിത്സ തേടിയത്. ഇതിനായി അദ്ദേഹം 35 ലക്ഷത്തിനടുത്ത് മെഡിക്കൽ ക്ലെയിം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ 25 ലക്ഷം രൂപ അതിവേഗത്തിൽ ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ നിരവധി ദുരൂഹതകൾ നിലനിൽക്കെയാണ് പുതിയ കണ്ടെത്തൽ പുറത്തുവരുന്നത്. നേരത്തെ സെയ്ഫ് പറഞ്ഞ കാര്യങ്ങൾ ആശുപത്രി രേഖകളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തുവന്നു. നടനെ ആശുപത്രിയിൽ എത്തിച്ച സമയവും കൊണ്ടുവന്നത് ആര് എന്ന കാര്യങ്ങളായിരുന്നു പൊരുത്തക്കേടിൽ നിറഞ്ഞു നിന്നത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.